ഈസ്റ്റർ ദിനത്തിലെ തന്ത്രവുമായി വിഷു ദിനത്തിലും BJP ക്രൈസ്തവ പുരോഹിതരെ അടക്കം വീടുകളിലേക്ക് ക്ഷണിച്ച് BJP വി രാജേഷിന്റെ വസതിയിൽ പ്രകാശ് ജാവേക്കറിനൊപ്പം പ്രഭാത ഭക്ഷണം. BJP നീക്കത്തിന് മറുതന്ത്രവുമായി കോൺഗ്രസ്. കെ സുധാകരൻ ഇന്ന് ബിഷപ്പ് ലാംഭാനിയെ കാണും. കർണാടകയിൽ കോൺഗ്രസിന്റെ മൂന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്ത്. BJP വിട്ട് കോൺഗ്രസിലെത്തിയ ലക്ഷ്മണൻ സാവടി അദാനി സീറ്റിൽ മത്സരിക്കും. ഒലാറിൽ സിദ്ധരാമയ്ക്ക് സീറ്റില്ല. പ്രഖ്യാപനം 43 സീറ്റുകളിൽ. പ്രധാനമന്ത്രിക്കെതിരെ ഗുരുതര ആരോപണവുമായി കശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക്. പുൽവാമ ആക്രമണത്തിന് പിന്നിൽ സുരക്ഷാ വീഴ്ച. വിഷയത്തിൽ മൗനം പാലിക്കാൻ നരേന്ദ്രമോദിയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും നിർദ്ദേശിച്ചെന്നും മാലിക്. വെളിപ്പെടുത്തൽ ഗൗരവകരമെന്ന കോൺഗ്രസ്. എലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിൽ അന്വേഷണം കൂടുതൽ പേരിലേക്ക്. ചോദ്യം ചെയ്യൽ ഡൽഹിയിലും. 3 പേർക്ക് ഹാജരാവാൻ നോട്ടീസ്. 5 പേരെ ചോദ്യം ചെയ്തുവെന്നും റിപ്പോർട്ട്. അരിക്കൊമ്പൻ വിഷയത്തിൽ കേരളം സുപ്രീം കോടതിയിൽ. പറമ്പിക്കുളത്തേക്ക് മാറ്റണമെന്ന ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം. അപകടകാരികളായ വന്യമൃഗങ്ങളെ നിയന്ത്രിക്കാൻ കേരളത്തിന് അധികാരമുണ്ടെന്ന ഹർജിയിൽ. ജപ്പാൻ പ്രധാനമന്ത്രി ഫൂമിയോ കിൻഷിതയ്ക്ക് നേരെ ബോംബാക്രമണം. ആക്രമണം പൊതുപരിപാടിയിൽ സംസാരിക്കുന്നതിനിടെ ആക്രമിയെന്ന് സംശയിക്കുന്ന ആൾ കസ്റ്റഡിയിൽ. കാർഷിക സമൃദ്ധിയുടെ പൊൻകണി ഒരുക്കിയ വിഷു. നല്ല നാളെ കണി കൊണ്ടുണർന്ന മലയാളികൾ. ശബരിമലയിലും ഗുരുവായൂരിലും ഭക്തജന തിരക്ക്.